किसने अच्छा काम किया है लगता है, या फिर अभी कौन आगे है थोड़ा इलेक्शन में? नहीं, कौन आएगा? लोग क्या कहते हैं? कोई कहता है कम्युनिस्ट आएगा, कोई कहता है कांग्रेस आएगा। आपको क्या लगता है? कांग्रेस आ रहा है। कांग्रेस आ रहा है। आ रहा है 10 साल हो गया इसलिए। ഇത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവര് തന്നെ ഇനി വരണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ പാവപ്പെട്ടവർക്ക് വീട് കൊടുത്ത് പിന്നെ ചികിത്സാ സഹായം, അങ്ങനെ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കോൺഗ്രസ് 10 வருஷம் கொடுத்தீங்களே சான்ஸ். 10 വർഷം കൊടുത്തു, ഇനി അവര് തന്നെ വരണം. காங்கிரஸ் வேண்டாம். எதனால? അവര് ഒന്ന് അവര് നടത്തുള്ളൂ, ഈ വികസനം അവര് നടത്തും. പിണറായി തന്നെ ഇനി വരണം. பினராயி நல்லா பண்ணிட்டு. யார் முன்னாடி இருக்காங்க இந்த எலெக்ஷன்ல? யார் ஜெயிப்பாங்கன்னு தோணுது? എൽഡിഎഫ് യുഡിഎഫ് ബിജെപിയാ? നമുക്ക് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മാക്സിയാണ് ജയിച്ചേക്കണത്. ഇത്തവണ മാക്സി നിപ്പുണ്ട്. നല്ല ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. யாரு நல்ல ஆளு? മാക്സി which party? LDF ആണ്. LDF should win. LDF ആണ്. UDF why? ചേഞ്ചിങ് changing. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങൾ. நீங்க எப்போதும் யுடிஎஃப் சப்போர்ட்டர் ஆனா? അതെ. யாரு முன்னுக்கு இருக்காங்க? മാക്സി LDF. കേരളത്തിലെ മൊത്തത്തില് ഒത്തിരി പറയാനൊന്നും നമുക്ക് അറിയില്ല. உங்க மைண்ட்ல என்ன இருக்கு? எல்லாரும் என்ன சொல்லிக்கிறாங்க? എങ്കിലും ഇടതുപക്ഷം വരണമെന്നുള്ള നമ്മുടെ ആഗ്രഹം நீங்க തുടർന്നു. പാർട്ടിയിലുണ്ടോ? നീங்க LDF പാർട്ടിയിലുണ്ടോ? നമ്മൾ അനുഭാവി തെരഞ്ഞെടുപ്പിൽ ആരാണ് മുന്നിൽ? LDF. നിങ്ങൾക്ക് LDF-ന് മൂന്നാം ഊഴം വേണോ? ആളുകൾ അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്? അതെ അതെ അതെ. എന്തുകൊണ്ട്? കാരണം LDF സംസ്ഥാനത്ത് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നു, റോഡുകൾ, പാലങ്ങൾ എല്ലാം. അതുകൊണ്ട് ആളുകൾക്ക് വീണ്ടും മൂന്നാം തവണയും LDF വരണമെന്നാണ് ആഗ്രഹം. നോ യുഡിഎഫ്. UDF-ന് ഒരു അവസരം കൊടുക്കുക. കോൺഗ്രസ് ചാൻസ് ഇല്ല. ഇവിടെ കൊച്ചിയിലെ ഒരു KSRTC ബസ്സിൽ ഈ പ്രത്യേക തിരഞ്ഞെടുപ്പിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണെന്നും സംബന്ധിച്ച ജനങ്ങളുടെ അഭിപ്രായം തേടാൻ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. ഇവിടെ ഇത് വളരെ രസകരമായ ഒരു പോരാട്ടമായിരിക്കും. കാരണം BJP മത്സരരംഗത്തുണ്ടെങ്കിലും ഇത് എപ്പോഴും എന്ന പോലെ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു ഇരുധ്രുവ മത്സരമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. LDF ആകട്ടെ 2021 50 വർഷത്തെ റെക്കോർഡ് തകർക്കാനും പിണറായി വിജയന് രണ്ടാമതൊരു തവണ കൂടി ഭരണം ഉറപ്പാക്കാനും സാധിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് തോൽക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അവർ 10 വർഷമായി അധികാരത്തിന് പുറത്താണ്. കേരളത്തിലെ തങ്ങളുടെ കേഡർമാരുടെ മനോവീര്യം തകരാതെ സൂക്ഷിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ പോൾ രാജിനൊപ്പം ഡീകോഡറിന് വേണ്ടി കുമാർ സുധീർ.